ഹലോ എവ്രി വൺ. നമ്മൾ സെക്ഷൻ 4.1 കോൺഗ്രുവൻസസ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തിയറം 4.4 പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 2 കൊറോളറീസ് ആണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. കൊറോളറി 4.3 ആൻഡ് കൊറോളറി 4.4. സോ ഇതെന്താണെന്നുള്ള ഫസ്റ്റ് നോക്കാം. കൊറോളറി 4.3 പറയുന്നത് if A congruent to B mod M and C congruent to D mod M, then A minus C congruent to B minus D mod M. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന തിയർ എന്ന് പറയുന്നത് A congruent to B mod M and C congruent to D mod M രണ്ട് കോൺഗ്രുവൻസസ് തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സം എടുത്താൽ A plus C congruent to B plus D mod M എന്നുള്ളതും AC congruent to BD mod M പ്രോഡക്റ്റിൻ്റെ കേസിലും ആ രണ്ട് കോൺഗ്രുവൻസസ് എക്സിസ്റ്റ് ചെയ്യും എന്നുള്ള പോലെയായിരുന്നു നമ്മൾ തിയറം 4.4 പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇത് ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാലും ഇത് കോൺഗ്രുവൻ്റ് ആയിരിക്കും എന്നുള്ള പോലെ പറയാൻ പറ്റും എന്നുള്ളതാണ് കൊറോളറി 4.3 പറയുന്നത്. സോ ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യാം? നമ്മൾ തിയറം 4.4 പ്രൂവ് ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് ഇതും പ്രൂവ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് കണ്ടീഷൻ തന്നിട്ടുള്ളത് A കോൺഗ്രുവൻ്റ് ടു B മോഡ് M എന്നുള്ളതാണ്. അപ്പോൾ A കോൺഗ്രുവൻ്റ് ടു B മോഡ് M ബൈ ഡെഫിനിഷൻ നമുക്ക് എന്ത് പറയാം? M ഡിവൈഡ്സ് A മൈനസ് ബി എന്ന് പറയാം. അതായത് A മൈനസ് ബീനെ സം K ഇൻറ്റു M എന്നുള്ള പോലെ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? സോ A is equal to B plus KM എന്നുള്ള പോലെ എഴുതാൻ പറ്റും. സോ സിമിലർലി C കോൺഗ്രുവൻ്റ് ടു D മോഡ് M ആണെന്നുണ്ടെങ്കിൽ നമുക്ക് C is equal to D plus some LM എന്നുള്ള പോലെ എഴുതാൻ പറ്റും. വേർ K and L are some arbitrary integers. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ആർബിട്രറി ഇൻറ്റിജേഴ്സാണ് നമ്മൾ കെയും എല്ലും ആയിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ A മൈനസ് സി കോൺഗ്രുവൻ്റ് ടു B മൈനസ് ഡി മോഡ് M എന്ന് നമുക്ക് കാണിക്കാനുള്ളത്. സോ A മൈനസ് സിന്ന് പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം. A മൈനസ് സിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്ക് പകരം B പ്ലസ് കെ എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സിക്ക് പകരം D പ്ലസ് എൽ എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? B പ്ലസ് കെ എം മൈനസ് D മൈനസ് എൽ എം എന്നുള്ള പോലെ വരും. അപ്പോൾ B മൈനസ് ഡി ക്ലബ് ചെയ്ത് എഴുതിയാൽ B മൈനസ് ഡി പ്ലസ് എം എന്നുള്ളത് കെ എമ്മിലും എൽ എമ്മിലും കോമൺ ആയിട്ടുള്ള ഫാക്ടറാണ്. സോ എമ്മിനെ പുറത്തെടുത്താൽ കെ മൈനസ് എം എന്നുള്ള പോലെ വരും. ഈ കെ മൈനസ് എൽ എന്നുള്ള പോലെ വരും. കെയും എല്ലും ഇൻഡിജേഴ്സ് ആണ്. സോ കെ മൈനസ് എല്ലും എന്തായാലും ഇൻഡിജറാണ് വരിക. സോ അതിനെ സം എൻ എം എന്നുള്ള പോലെ നമുക്ക് എഴുതാം അല്ലേ? സോ A മൈനസ് സി ഇസ് ഈക്വൽ ടു B മൈനസ് ഡി പ്ലസ് സം എൻ എം എന്നുള്ള പോലെയാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതന്നെയായിരുന്നു കോൺഗ്രുവൻസിൻ്റെ ഒരു ഡെഫിനിഷൻ, ഒരു തിയറായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? സോ A മൈനസ് സി ഈസ് കോൺഗ്രുവൻ്റ് ടു B മൈനസ് ഡി മോഡ് M എന്നുള്ള പോലെ നമുക്ക് എഴുതാൻ പറ്റും. സോ ഈ ഒരു കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് പോലെ നമുക്ക് പറയാൻ പറ്റും. ഇനി കൊറോളറി 4.4 പറയുന്നത് A കോൺഗ്രുവൻ്റ് ടു B മോഡ് എമ്മും C എനി ഇൻഡിജറുമാണെന്നുണ്ടെങ്കിൽ ഇത്രയും കണ്ടീഷൻസ് എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളത്. A പ്ലസ് സി കോൺഗ്രുവൻ്റ് ടു B പ്ലസ് സി മോഡ് എം ആയിരിക്കും. A മൈനസ് സി കോൺഗ്രുവൻ്റ് ടു B മൈനസ് സി മോഡ് എം ആയിരിക്കും. AC കോൺഗ്രുവൻ്റ് ടു B C മോഡ് എം ആൻഡ് A സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു B സ്ക്വയർ മോഡ് എം എന്നുള്ളതും പറയാൻ പറ്റും. ഇതൊക്കെ നമ്മളിപ്പോൾ പഠിച്ച തിയറം 4.4 ഉണ്ടല്ലോ, അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. അതായത് ഇപ്പം ഏതൊരു ഇൻറ്റിജർ C ഞാൻ എടുത്താലും C കോൺഗ്രുവൻ്റ് ടു C മോഡ് M എന്ന് പറഞ്ഞൂടെ? ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ എമ്മിനെ നമ്മൾ പോസിറ്റീവ് ഇൻറ്റിജർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടായിരുന്നു കോൺഗ്രുവൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എം ഏത് പോസിറ്റീവ് ഇൻറ്റിജർ ആയാലും ഏത് ഇൻറ്റിജർ C എടുത്താലും നമുക്ക് C കോൺഗ്രുവൻ്റ് ടു C മോഡ് M എന്ന് പറഞ്ഞൂടെ? കാരണം C മൈനസ് സിനെ ഏത് എമ്മും ഡിവൈഡ് ചെയ്യുമെന്ന് പറയാൻ പറ്റും. കാരണം C മൈനസ് സി 0 അല്ലേ? ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു കണ്ടീഷനായിരുന്നു, കോൺഗ്രുവൻസി റിഫ്ലെക്സീവ് ആണ് എന്നുള്ളത് അല്ലേ? സോ C കോൺഗ്രുവൻ്റ് ടു C മോഡ് M എന്നുള്ളത് നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒപ്പം A കോൺഗ്രുവൻ്റ് ടു B മോഡ് M എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. സോ A കോൺഗ്രുവൻ്റ് ടു B മോഡ് M നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ തിയറം 4.4 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? A പ്ലസ് സി സമ്മ് രണ്ട് കോൺഗ്രുവൻസി തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സമ്മും കോൺഗ്രുവൻ്റ് ആയിരിക്കും എന്നുള്ള പോലെ നമ്മളവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പ്രൊവൈഡ് ദാറ്റ് ഈ കോൺഗ്രുവൻ്റ് മോഡിലോ M എന്ന് പറയുന്ന വാല്യൂ സെയിം ആയിരിക്കണം. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൊരു കണ്ടീഷൻ. സോ ഇവിടെ നമുക്ക് എന്ത് പറയാം? A പ്ലസ് സി കോൺഗ്രുവൻ്റ് ടു B പ്ലസ് സി മോഡ് M എന്ന് പറഞ്ഞൂടെ? സോ അത് നമുക്കവിടെ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ കൊറോളറി 4.3 ഇതിൽ നമ്മൾ പറയുന്നത് A കോൺഗ്രുവൻ്റ് ടു B മോഡ് എമ്മും C കോൺഗ്രുവൻ്റ് ടു D മോഡ് എമ്മും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറൻസസും കോൺഗ്രുവൻ്റ് ആയിരിക്കും അണ്ടർ മോഡിലോ M എന്നുള്ള പോലെ അവിടെ പറയുന്നത്. സോ ആ കണ്ടീഷൻ യൂസ് ചെയ്താൽ ഈ രണ്ട് കോൺഗ്രുവൻസിയിൽ ഡിഫറൻസ് എടുത്താലും കോൺഗ്രുവൻസി റൂൾ എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമുക്കിവിടെ സെക്കൻഡ് പ്രോപ്പർട്ടി ആയിട്ട് കാണിക്കാനുണ്ടായിരുന്നത്. അതിന് ഡയറക്റ്റ് കൊറോളറി 4.3 ഈ രണ്ട് കോൺഗ്രുവൻസീസിൽ അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും A മൈനസ് സി കോൺഗ്രുവൻ്റ് ടു B മൈനസ് സി മോഡ് M എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും.
ഇനി എ സി കോൺഗ്രുവൻറ്റ് ബി സി മോഡം നമുക്ക് അതേപോലെ പറഞ്ഞൂടെ? തിയറം 4.4 പറഞ്ഞിട്ടുണ്ടായിരുന്നത് എ കോൺഗ്രുവൻറ്റ് ബി മോഡെമ്മും സി കോൺഗ്രുവൻറ്റ് ഡി മോഡെമ്മും ആണെങ്കിൽ എ സി കോൺഗ്രുവൻറ്റ് ബി ഡി മോഡെം എന്ന് പറഞ്ഞിട്ട് കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അത് നമ്മളവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി തിയറം 4.4 ആ പ്രൊഡക്റ്റിൻ്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്താൽ ഈ രണ്ട് കോൺഗ്രുവൻസ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും എ സി കോൺഗ്രുവൻറ്റ് ബി സി മോഡെം എന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നുള്ളത്. സോ അതും നമുക്ക് അങ്ങനെ പ്രൂവ് ചെയ്യാം. ഇനി എ സ്ക്വയർ കോൺഗ്രുവൻറ്റ് ബി സ്ക്വയർ മോഡെമ്മിന് ആകെ നമ്മൾ ഈ ഒരൊറ്റ കോൺഗ്രുവൻസി മാത്രം ചെക്ക് ചെയ്താൽ മതിയാവും. എ കോൺഗ്രുവൻറ്റ് ബി മോഡ് എം എന്നുള്ളത് 2 പ്രാവശ്യം എടുക്കുകയാണ്. 2 പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഇതേപോലെ പ്രോപ്പർട്ടി യൂസ് ചെയ്തൂടെ? എ ഇൻറ്റു എ കോൺഗ്രുവൻറ്റ് ബി ഇൻറ്റു ബി മോഡെം എന്ന് നമുക്ക് പറഞ്ഞൂടെ? അപ്പോൾ എ സ്ക്വയർ കോൺഗ്രുവൻറ്റ് ബി സ്ക്വയർ മോഡെം എന്നുള്ളതും തിയറം 4.4ൻ്റെ ഒരു യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. സോ ഇത്തരത്തിൽ നമുക്ക് കൊറോളറി 4.4നെയും 4.3നെയും പ്രൂവ് ചെയ്യാൻ കഴിയും. ഇനി അടുത്തൊരു കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് തിയറം 4.5. ഇഫ് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം ദെൻ എ റേസ് ടു എൻ കോൺഗ്രുവൻറ്റ് ടു ബി റേസ് ടു എൻ മോഡ് എം ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ എൻ. പവർ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എ കോൺഗ്രുവൻറ്റ് ബി മോഡ് എം എന്നുള്ളൊരു കണ്ടീഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എ റേസ് ടു എൻ എപ്പോഴും ബി റേസ് ടു എൻ മോഡ് എമ്മിനോട് കോൺഗ്രുവൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് തിയറം 4.5 പറയുന്നത്. ഇതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ കുറേ പ്രോബ്ലംസ് ചെയ്യും. സോ അതിന് ഒരുപാട് യൂസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നമ്മൾ ചെയ്യുന്നത് വീക്ക് ഇൻഡക്ഷൻ യൂസ് ചെയ്തിട്ടാണ്. ഇൻഡക്ഷനിൽ ക്ലിയർലി n is equal to 1 വെച്ചിട്ടാണ് നമ്മൾ ബേസിസ് സ്റ്റെപ്പ് യൂസ് ചെയ്യുന്നത്. n is equal to 1 എടുത്തു കഴിഞ്ഞാൽ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം എന്നാണ് വരിക അല്ലേ? പവർ 1 ആവുന്ന കേസിൽ എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം എന്നുള്ളത് ഓൾറെഡി തിയറത്തിൽ നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ n is equal to 1 ഇതെന്തായാലും ട്രൂ ആണെന്നുള്ളത് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി കെക്ക് ട്രൂ ആണെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യും. അതായത് എ റേസ് ടു കെ, എ കോൺഗ്രുവൻറ്റ് ബി മോഡ് എം തന്നിട്ടുണ്ടെങ്കിൽ എ റേസ് ടു കെ കോൺഗ്രുവൻറ്റ് ടു ബി റേസ് ടു കെ മോഡ് എം ആണ് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യാണ്. ഇനി നമുക്ക് കാണിക്കാനുള്ളത് എ റേസ് ടു കെ പ്ലസ് 1 കോൺഗ്രുവൻറ്റ് ടു ബി റേസ് ടു കെ പ്ലസ് 1 മോഡ് എം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ 2 കോൺഗ്രുവൻസസാണ് ഉള്ളത്. ഒന്ന് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എം, കാരണം n is equal to 1 അത് ട്രൂ ആണ്. ആൻഡ് ഈ തിയറത്തിൽ ഓൾറെഡി ഇത് തന്നിട്ടുള്ള ഗിവൺ ആയിട്ടുള്ള കാര്യമാണ് ഈ കോൺഗ്രുവൻറ്റ് ബി മോഡ് എം. പിന്നെ നമ്മുടെ ഇൻഡക്റ്റീവ് ഹൈപ്പോത്തസിസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് എ റേസ് ടു കെ കോൺഗ്രുവൻറ്റ് ടു ബി റേസ് ടു കെ മോഡ് എം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ 2 കോൺഗ്രുവൻസസ് നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ തിയറം 4.4 നമുക്ക് അപ്ലൈ ചെയ്തൂടെ? ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും കോൺഗ്രുവൻ്റ് ആയിരിക്കും എന്നുള്ളത് പോലെ നമുക്ക് പറയാം അല്ലേ? അതായത് എ ഇൻറ്റു എ റേസ് ടു കെ കോൺഗ്രുവൻറ്റ് ടു ബി ഇൻറ്റു ബി റേസ് ടു കെ മോഡ് എം എന്ന് പറഞ്ഞൂടെ? അതായത് എ ഇൻറ്റു എ റേസ് ടു കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റേസ് ടു കെ പ്ലസ് 1 ആണ്. ബി ഇൻറ്റു ബി റേസ് ടു കെ എന്ന് പറഞ്ഞാൽ ബി റേസ് ടു കെ പ്ലസ് 1 വരും. സോ എ റേസ് ടു കെ പ്ലസ് 1 കോൺഗ്രുവൻറ്റ് ടു ബി റേസ് ടു കെ പ്ലസ് 1 എന്ന് ഡയറക്റ്റ് നമുക്ക് തിയറം 4.4 പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് പറയാൻ പറ്റും. അതായത് n equal to 1 ട്രൂ ആണ് എന്നുള്ളത് നമ്മൾ കാണിച്ചു, കാരണം സ്റ്റേറ്റ്മെൻറ്റിൽ അത് ഗിവൺ ആണ്. n equal to കെക്ക് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു, കെ പ്ലസ് 1 ട്രൂ ആണെന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ബൈ വീക്ക് ഇൻഡക്ഷൻ ഈ ഒരു റിസൾട്ട് ട്രൂ ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ n ദിസ് റിസൾട്ട് ഹോൾസ് എന്നുള്ള പോലെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി അത് യൂസ് ചെയ്തിട്ടുള്ള 2 പ്രോബ്ലംസ് ആണ്. എക്സാമ്പിൾ 4.6 ഷോ ദാറ്റ് 19 raised to 19 cannot be expressed as the sum of the cube of an integer and the 4th power of an integer of another integer. അതായത് 19 raised to 19 എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ നമ്മുടെ കയ്യിലുണ്ട്. അതിനെ ഒരിക്കലും എക്സ് ക്യൂബ് സം എക്സ് വൈ എന്ന് പറഞ്ഞ 2 ഇൻറ്റിജേഴ്സ് ഉണ്ടെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് വൈ റേസ് ടു 4 ക്യൂബ് ഓഫ് എ ഇൻറ്റിജർ പ്ലസ് 4th പവർ ഓഫ് അനദർ ഇൻറ്റിജർ ആയിട്ട് എഴുതാൻ പറ്റില്ല എന്നുള്ളതാണ് നമുക്ക് കാണിക്കാനുള്ളത്. ഇറ്റ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ആസ് എ സം ഓഫ് ക്യൂബ് ഓഫ് എൻ ഇൻറ്റിജർ ആൻഡ് 4th പവർ ഓഫ് അനദർ ഇൻറ്റിജർ. അതായത് 19 raised to 19 നമുക്ക് ഒരിക്കലും എക്സ് റേസ് ടു 3 പ്ലസ് വൈ റേസ് ടു 4 എന്ന് എഴുതാൻ പറ്റില്ല എന്നുള്ളതാണ് നമുക്ക് കാണിക്കാനുള്ളത്. അപ്പോൾ കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ് നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോണേ. അതായത് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എടുത്തിട്ട് നമ്മൾ എന്താ കോൺട്രഡിക്ഷൻ കിട്ടുക എന്നുള്ളത് നോക്കും. അപ്പോൾ 19 raised to 19 ആക്ച്വലി എക്സ് ക്യൂബ് പ്ലസ് വൈ റേസ് ടു 4 എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ എടുക്കുകയാണ്. വേർ എക്സും വൈയും ഇൻറ്റിജേഴ്സ് ആണ് എന്നുള്ളത് എടുത്തു. ഓക്കെ, അപ്പോൾ ഇനി എക്സ് ക്യൂബിൻ്റെയും വൈ ക്യൂബിൻ്റെയും പ്രോപ്പർട്ടീസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ മോഡുലോ 13 കേട്ടോ ഈ പ്രോബ്ലം ചെയ്യുന്നത്.
അപ്പോൾ എക്സ് ക്യൂബിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് വരിക മോഡുലോ 13 എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ റാൻഡമായിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഒരു കുറച്ച് വാല്യൂസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ ക്യൂബിൻ്റെ വാല്യൂ മോഡുലോ 13 എന്താ വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. മാക്സിമം എത്ര വരെ പോകുള്ളൂ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ 0 ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ അത് 0നോട് കോൺഗ്രുവൻ്റ് ആയിരിക്കും. കാരണം 0 കോൺഗ്രുവൻ്റ് ടു 0 mod 13 എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും അല്ലേ. അതേപോലെ 1 ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ 1 ക്യൂബ് 1 തന്നെയല്ലേ. അപ്പോൾ 1 ക്യൂബ് കോൺഗ്രുവൻ്റ് ടു 1 mod 13 എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ 2 ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ 2 ക്യൂബ് 8 ആണ്. 8 കോൺഗ്രുവൻ്റ് ടു 8 mod 13 തന്നെയാണ് നമുക്ക് കിട്ടുക. ഇനി 3 ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ അത് 27 ആണ്. 27 എന്ന് പറയുന്നത് 13 2 ടൈംസ് പോകും അല്ലേ. 27 mod 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്താണ്? 27 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ് അതിൻ്റെ മോഡുലോ വാല്യൂ അല്ലേ. അപ്പോൾ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 13 2 ടൈംസ് 26 പോവും, റിമൈൻഡർ 1 വരും. അപ്പോൾ 3 ക്യൂബ് എന്ന് പറയുന്നത് കോൺഗ്രുവൻ്റ് ടു 1 mod 13 എന്നുള്ള പോലെയാണ് നമുക്ക് കിട്ടുക. അങ്ങനെ ഒരു റാൻഡമായിട്ട് കുറച്ച് വാല്യൂസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യം ഇതാണ് അവർ എഴുതിയിട്ടുള്ളത്. വിത്ത് എ ബിറ്റ് ഓഫ് പേഷ്യൻസ് വി ക്യാൻ സീ ദാറ്റ്. അതായത് കുറച്ച് വാല്യൂസ് ചെക്ക് ചെയ്താലുള്ളൂ നമുക്കിത് ഏത് പാറ്റേണിലാണ് പോകുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ 0 1 5 or 12 ഈ 5 വാല്യൂസ് മാത്രമേ എക്സ് ക്യൂബ് എന്താ പറയുക കോൺഗ്രുവൻ്റ് ടു സംതിങ് മോഡുലോ 13 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ 5 വാല്യൂസ് മാത്രമേ അത് എടുക്കുകയുള്ളൂ എന്നുള്ള പോലെ നമുക്ക് കുറച്ചൊന്ന് ചെക്ക് ചെയ്താൽ കിട്ടുന്ന കാര്യമാണ്. അതേപോലെ തന്നെ y⁴ ഫോർത്ത് പവറിനെയും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈ 4 വാല്യൂസ് മാത്രമേ അതിനെ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇനി അതിൻ്റെ അപ്പം എക്സ് ക്യൂബിൻ്റെ സെപ്പറേറ്റ് നമ്മൾ കണ്ടു, വൈ ക്യൂബിൻ്റെ സെപ്പറേറ്റ് കണ്ടു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ് ക്യൂബ് കോൺഗ്രുവൻ്റ് ഇപ്പോൾ സം എ കോൺഗ്രുവൻ്റ് ടു ബി mod 13 സി കോൺഗ്രുവൻ്റ് ടു ഡി mod 13 ഉണ്ടെങ്കിൽ എ പ്ലസ് ബി കോൺഗ്രുവൻ്റ് ടു സി പ്ലസ് ഡി mod 13 എന്നുള്ള പോലെ നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. നമ്മൾ തിയറം 4.4 പഠിച്ച പ്രോപ്പർട്ടി ആയിരുന്നു. അപ്പോൾ എക്സ് ക്യൂബ് പ്ലസ് y⁴ എടുത്തു കഴിഞ്ഞാൽ അതിന് ഏതൊക്കെ പോസിബിലിറ്റീസ് വരും? ഐദർ 0 0 എന്നുള്ള പോസിബിലിറ്റി, 0 + 0 എന്നുള്ള പോലെ വരും, ഇല്ലെങ്കിൽ 1 + 0 എന്ന് വരും, 5 + 0 എന്ന് വരും, 8 + 0 വരും, 12 + 0 വരും, ഇല്ലെങ്കിൽ 1 + 1 0 + 1 5 + 1 അങ്ങനെ എല്ലാ കോമ്പിനേഷൻസും വരും അല്ലേ. അതിൽ ഏത് കോമ്പിനേഷൻ വേണമെങ്കിലും അക്സെപ്റ്റ് ആവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇനി വേറൊരു കാര്യം ചെക്ക് ചെയ്യുക. അവിടെ ഒരിക്കലും എന്തായാലും ആ സം എടുത്തു കഴിഞ്ഞാൽ 7നോട് അത് ഈക്വൽ ആവില്ല. ഇനി അത് എന്തുകൊണ്ട് 7 എന്നുള്ളത് റെലവൻ്റ് ആയിട്ട് പറഞ്ഞു എന്നുള്ളതാണ് ഈ തുടക്കത്തിലെ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണത്. ഓക്കെ, ഇനി 19 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പഠിച്ച തിയറം 4.5 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എ കോൺഗ്രുവൻ്റ് ടു ബി mod m ആണെന്നുണ്ടെങ്കിൽ a⁴n കോൺഗ്രുവൻ്റ് ടു b⁴n mod m എന്നുള്ളത് പോലെ നമുക്ക് പറയാൻ പറ്റുന്നുള്ളത് അല്ലേ. അപ്പോൾ 19⁻⁹ കാര്യമാണ് നമ്മളിവിടെ നോക്കണേ. മോഡുലോ 13 19⁻⁹ അവിടെ നിൽക്കട്ടെ. 19 മാത്രം ഞാൻ എടുത്തു, പവർ ഒഴിവാക്കിയിട്ട് ബേസിലുള്ള 19 മാത്രം എടുത്തു. അപ്പോൾ ആ 19 കോൺഗ്രുവൻ്റ് ടു വാട്ട് mod 13 എന്നാണ് നമുക്ക് എഴുതാൻ പറ്റുക. mod 13 എത്ര പ്രാവശ്യമാണ് 19 പോകുക എന്നുള്ളത്, സോറി റിമൈൻഡർ എന്താണെന്നുള്ളത് നമുക്ക് അറിയണ്ടേ. അപ്പോൾ 19 13 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡറാണ് നമുക്ക് വേണ്ടേ അല്ലേ. അപ്പോൾ എന്താ കിട്ടുക? 6 ആയിരിക്കും നമുക്ക് റിമൈൻഡർ കിട്ടുക. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 19 കോൺഗ്രുവൻ്റ് ടു 6 mod 13 എന്നുള്ള പോലെ പറയാൻ പറ്റും. 19 കോൺഗ്രുവൻ്റ് ടു 6 mod 13 ആണെങ്കിൽ 19⁻n കോൺഗ്രുവൻ്റ് ടു 6⁻n mod 13 എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. വേറെ n is a പോസിറ്റീവ് ഇൻറ്റിജർ അല്ലേ. ഇവിടെ നമുക്ക് പവർ ഉള്ളത് 19 ആണ്. സോ 19⁻19 കോൺഗ്രുവൻ്റ് ടു 6⁻19 mod 13 എന്നുള്ള പോലെ നമുക്ക് എഴുതാൻ പറ്റും. തൊട്ട് മേലത്തെ തിയറം 4.5 അപ്ലൈ ചെയ്തതാണ് കേട്ടോ. സോ അങ്ങനെയാണ് ഈ ഫസ്റ്റ് കോൺഗ്രുവൻസി എഴുതിയിട്ടുള്ളത്. 19⁻19 is congruent to 6⁻19 mod 13 എന്നുള്ള പോലെ എടുത്തു. ഇനി നമുക്ക് 19⁻19 ഒന്നുകൂടി ചെറിയ വാല്യൂ, അതായത് 6⁻19 എന്ന് പറയുന്നത് വലിയ വാല്യൂ ആണ്. നമുക്ക് മോഡുലോ 13 ലീസ്റ്റ് റെസിഡ്യൂ കിട്ടിയാലുള്ളൂ ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ലീസ്റ്റ് റെസിഡ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഈ 6⁻19 എങ്ങനെ ചെറുതാക്കുക എന്നുള്ളതാണ് നോക്കണേ കേട്ടോ. 6⁻19 ആക്ച്വലി നമുക്ക് 6⁻18 × 6 എന്നുള്ള പോലെ എഴുതിക്കൂടെ. 19 18 + 1 എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്താൽ 6⁻18 × 6 എന്നുള്ള പോലെ നമുക്ക് എഴുതാൻ പറ്റും പവർ റൂൾ യൂസ് ചെയ്തിട്ട്. 6⁻18 6⁻6 എന്നുള്ള പോലെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇനി 6⁻6 വാല്യൂ എന്താണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ 6⁻6 വാല്യൂ കിട്ടാൻ 6² വാല്യൂവും 6⁻4 വാല്യൂവും മോഡുലോ 13 എന്താണെന്നുള്ളത് നോക്കിയാൽ മതിയാവും അല്ലേ. 6² വാല്യൂ 6² ആക്ച്വലി 36 ആണ്. അതിൻ്റെ വാല്യൂ എന്താ വരിക?
മോഡുലോ 13-ൽ ഈ -3 എടുക്കാൻ റീസൺ ചെറിയ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ എക്സാക്റ്റ് വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നത് വെച്ചും ചെയ്യാൻ പറ്റും. പക്ഷെ അപ്പോൾ വലിയ വാല്യൂസ് വരുമ്പം പ്രൊഡക്റ്റ് കാണാനും അതിൻ്റെ പവർ കാണാനും ഒക്കെ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് -3ലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി നിങ്ങൾക്ക് കിട്ടുക എന്താ, ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ, അതായത് 36-നെ 13 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിമൈൻഡർ 10 ആയിരിക്കും. അപ്പോൾ ആ 10-നെ -13 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ -3 എന്നുള്ള വാല്യൂ കിട്ടും. സോ -3 ചെറുതായതുകൊണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ 10 വെച്ച് നിങ്ങൾ ചെയ്താലും കുഴപ്പമില്ല, കാരണം 6/6ൻ്റെ വാല്യൂ ഇത് തന്നെയാണ് നമുക്ക് കിട്ടുക. ഇനി 6/4-നെ അതേപോലെ -4ലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി അടുത്തത് പറയുന്നത് 6/6 ആണ്. 6/6ൻ്റെ വാല്യൂ ആയിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ 6² 6/4 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോൺഗ്രുവൻസസിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും അല്ലേ, കാരണം രണ്ടും മോഡുലോ 13-ൽ തന്നെയാണ്. അപ്പോൾ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും കോൺഗ്രുവൻ്റ് ആയിരിക്കും എന്നുള്ളത് നമ്മൾ തിയറം 4.4-ൽ പറഞ്ഞിരുന്നു. സോ 6/2 × 6/4 എന്ന് പറയുന്നത് 6/6 എന്ന് നമുക്ക് കിട്ടും. 6/6 ഇസ് കോൺഗ്രുവൻറ്റ് ടു -3 × -4 എന്ന് വരും. -3 × -4 എന്ന് പറഞ്ഞാൽ 12 എന്ന് വരും അല്ലേ. സോ 6/6 ഇസ് കോൺഗ്രുവൻറ്റ് ടു 12 mod 13 എന്നുള്ള പോലെയാണ് നമുക്ക് കിട്ടുക. ഈ 12 കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിവിടെ 6/6-ന് പകരം 12 കൊടുത്താൽ നമുക്ക് 12³ എന്നൊക്കെയാണ് കിട്ടുക. അപ്പോൾ അവിടെ വീണ്ടും കാൽക്കുലേഷൻ കോംപ്ലക്സിറ്റി കൂടുക ചെയ്യുന്നത്. സോ നമ്മൾ 12-നെ ഒന്ന് ചേഞ്ച് ചെയ്യാണ്. 12 mod 13-ന് നമുക്ക് ആക്ച്വലി 12 - 13 ചെയ്താൽ -1 കിട്ടില്ലേ. അപ്പം -1 mod 13 എന്നുള്ള പോലെ നമ്മളതിനെ കൺവേർട്ട് ചെയ്ത് എഴുതുകയാണ്. -1 mod 13 -1 കിട്ടിക്കഴിഞ്ഞാൽ ഈ ഹോൾ ക്യൂബ് കാണാനൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും അല്ലേ. സോ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസി ആകുന്നതിനനുസരിച്ചുള്ള പോലെ നിങ്ങളതിനെ ചേഞ്ച് ചെയ്തിട്ട് എഴുതണം, എന്നാലുള്ളൂ പ്രോബ്ലം ചെയ്യാൻ എളുപ്പം ഉണ്ടാകുക. അപ്പോൾ 6/6 ഹോൾ ക്യൂബിന് പകരം ഇനി 6/6 ഇസ് കോൺഗ്രുവൻറ്റ് ടു -1 mod 13 എന്നറിയാവുന്നതുകൊണ്ട് 6/6-നെ -1 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാണ്. സോ -1 ഹോൾ ക്യൂബ് × 6 mod 13 എന്നുള്ള പോലെ വരും. -1 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ വി നോ ദാറ്റ് ഇറ്റ്സ് -6. സോ -6 mod 13 എന്നുള്ള പോലെ വരും. ഈ -6 എന്ന് പറയുന്നത് നമ്മൾ ലീസ്റ്റ് റെസിഡ്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. സോ പോസിറ്റീവ് വാല്യൂ ആണ് വേണ്ടത്. സോ -6 + 13 ചെയ്ത് കഴിഞ്ഞാൽ ലീസ്റ്റ് റെസിഡ്യൂ കിട്ടും. അവിടെ നമുക്ക് കിട്ടുക 7 mod 13 എന്നുള്ള പോലെയാണ്. ഓക്കെ, സോ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് 19⁻19 ഇസ് കോൺഗ്രുവൻറ്റ് ടു 7 mod 13 എന്നുള്ളതാണ്. പക്ഷേ നമ്മളിവിടെ x³ + y⁴ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കോമ്പിനേഷൻസിൽ ഒരിക്കലും 7 എന്നുള്ള കോമ്പിനേഷൻ വരില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഏത് വാല്യൂ പ്ലസ് ഇതിൽ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും മോഡുലോ 13-ൽ നമുക്ക് ഒരിക്കലും 7 എന്നുള്ള പറഞ്ഞ വാല്യൂ കിട്ടില്ല എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റും. ബൈ ട്രയൽ ആൻഡ് എറർ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും 7 mod 13-ലേക്ക് ഒരിക്കലും x³ + y³ വാല്യൂ കോൺഗ്രുവൻ്റ് ആകുന്നില്ല. പക്ഷെ ഇവിടെ 19⁻19 ക്ലിയർ ആയിട്ട് 7 mod 13-നോടാണ് കോൺഗ്രുവൻ്റ് ആവുന്നത്. സോ ദാറ്റ്സ് ദ കോൺട്രഡിക്ഷൻ. ഇതൊരിക്കലും 19⁻19 ഒരിക്കലും x³ + y⁴ എന്നുള്ള പോലെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയില്ല, വേർ x and y ആർ ഇൻറ്റിജേഴ്സ്. അപ്പോൾ അത്തരത്തിലാണ് ആ പ്രോബ്ലം നമ്മൾ ചെയ്യുക. ഇനി അതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ, prove that no integer of the form 8, 10 + 7 can be expressed as a sum of 3 squares. അതായത് ഒരു ഇൻറ്റിജർ ഉണ്ട് 8, 10 + 7 എന്നുള്ള ഫോമിൽ, അതിനെ ഒരിക്കലും 3 സ്ക്വയർ വാല്യൂസിൻ്റെ സമ്മായിട്ട് എഴുതാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് XYZ എന്ന് പറഞ്ഞ 3 ഇൻറ്റിജേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സം x² + y² + z² ആയിട്ട് ഒരിക്കലും 8, 10 + 7 എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുന്ന ഒരു ഇൻറ്റിജറിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാമല്ലേ. ഇവിടെയും നമ്മൾ കോൺട്രഡിക്ഷൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ് പ്രൂവ് ചെയ്യുന്നത്. ഇങ്ങനൊരു ഇൻറ്റിജർ ഉണ്ട് എന്നുള്ളത് നമ്മൾ എടുക്കും, which is of the form 8, 10 + 7 and അതിനെ x² + y² + z² ആയിട്ട് എഴുതാൻ കഴിയും ഫോർ സം ഇൻറ്റിജേഴ്സ് XYZ എന്നുള്ള പോലെ നമ്മൾ അസ്യൂം ചെയ്യും. എന്നിട്ട് എന്താ കോൺട്രഡിക്ഷൻ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാം. സോ n എന്ന് പറഞ്ഞിട്ടൊരു ഇൻറ്റിജർ ഉണ്ട് നമ്മൾ എടുത്തു, അതിൻ്റെ ഫോം 8, 10 + 7 ആണ് എന്നുള്ളതും അസ്യൂം ചെയ്യാണ്. ഓക്കെ, അപ്പോൾ n എന്ന് പറഞ്ഞ ഇൻറ്റിജറിൻ്റെ ഫോം 8, 10 + 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ, n is equal to 8, 10 + 7 എന്ന് എഴുതാൻ പറ്റും. അതായത് n - 7 is equal to 8n എന്ന് പറയാം. അതായത് n - 7-നെ 8 ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പോലെ പറയാം അല്ലേ. 8 divides n - 7 എന്ന് പറയാം, which means n is congruent to 7 mod 8 എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. കോൺഗ്രുവൻസി റൂൾ അല്ലേ. അപ്പോൾ കോൺഗ്രുവൻസിൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ട് നമുക്ക് n is congruent to 7 mod 8 എന്നുള്ള പോലെ പറയാൻ പറ്റും. ആൻഡ് നമ്മൾ കോൺട്രഡിക്ഷൻ ആയിട്ട് അസ്യൂം ചെയ്യുന്നത് n can be expressed as x²
സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഫോം ഇസ് കോൺഗ്രുവൻറ്റ് ടു 7 mod 8 എന്നുള്ളതും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് കോൺട്രഡിക്ഷൻ കിട്ടുക കേട്ടോ. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഓരോ വാല്യൂസിൻ്റെയും കോൺഗ്രുവൻസി ചെക്ക് ചെയ്യാൻ പോവുകയാണ്. എക്സ് സ്ക്വയർ വൈ സ്ക്വയർ സെഡ് സ്ക്വയർ ഒക്കെ എന്തിനോടാ കോൺഗ്രുവൻ്റ് ആവാനുള്ള ചാൻസ് ഉള്ളത് എന്നുള്ളത് നോക്കും. എന്നിട്ട് അതിൻ്റെ സം എവിടേക്കാണ് കോൺഗ്രുവൻ്റ് ആവാനുള്ള ചാൻസ് എന്നുള്ളത് നോക്കും. ഇവിടെയൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണത് മോഡിലോ 8ലാണ്, കാരണം ക്ലിയർ ആയിട്ട് അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയറിനെ നമുക്ക് കോൺഗ്രുവൻറ്റ് ടു 7 mod 8 എന്നുള്ളതാണ് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി അതിൽ കോൺട്രഡിക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ പറ്റും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് കോൺഗ്രുവൻറ്റ് ടു സംതിങ് മോഡിലോ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ പോസിബിലിറ്റീസാണ് വരിക? ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞ ഏതൊരു ആർബിട്രറി ഇൻറ്റിജറിനെ നമ്മൾ 8 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡേഴ്സ് ഏതൊക്കെയായിരിക്കും? 0 തൊട്ട് 7 വരെ ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലേ? ഇതാണ് മാക്സിമം പോസിബിൾ റിമൈൻഡേഴ്സ് വെൻ എനി ഇൻറ്റിജർ എക്സ് ഇസ് ഡിവൈഡ് ബൈ 8. അപ്പോൾ 0 തൊട്ട് 7 വരെയുള്ള റിമൈൻഡേഴ്സ് വരാതിരിക്കാം. അപ്പോൾ ഈ വാല്യൂസാണ് ചാൻസ് ഉള്ളത് ആകെ. അതിൽ തന്നെ ഈ 5നെയും 6നെയും 7നെയും നമ്മളൊന്ന് ട്രാൻസ്ഫോം ചെയ്യാണ് കേട്ടോ. മോഡിലോ 8ൽ 5 ക്യാൻ ബി റിട്ടൺ ആസ് -3 mod 8. 5 - 8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -3 കിട്ടും. സോ 5 ഇസ് കോൺഗ്രുവൻറ്റ് ടു -3 mod 8 എന്ന് പറയാം. അതേപോലെ തന്നെ 6 ഇസ് കോൺഗ്രുവൻറ്റ് ടു -2 mod 8 എന്നും 7 കോൺഗ്രുവൻറ്റ് ടു -1 mod 8 എന്നുള്ളതും നമുക്ക് പറയാൻ പറ്റും. സോ നമ്മൾ ഈ വാല്യൂസിനെ, ഈ റിമൈൻഡർ വാല്യൂസിനെ നമ്മൾ എഴുതാൻ പോണത് ഇനി, അതായത് എക്സ് എന്ന് പറയുന്നത് ഇനി കോൺഗ്രുവൻ്റ് ആവാൻ ചാൻസ് ഉള്ള വാല്യൂസ് 0, 1, 2, 3, 4. 5നും 6നും 7നും പകരം മോഡിലോ 8ൽ നമുക്ക് -3, -2, -1 എന്നുള്ള വാല്യൂസ് എടുക്കാം. സോ എക്സ് എന്ന് പറഞ്ഞ ഏതൊരു ഇൻറ്റിജർ എടുത്തു കഴിഞ്ഞാലും മോഡിലോ 8ൽ ഇത്രയും വാല്യൂസിനോട് മാത്രമേ അത് കോൺഗ്രുവൻ്റ് ആവാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ എക്സ് മോഡിലോ 8ൽ ഇത്രയും വാല്യൂസിനോട് കോൺഗ്രുവൻ്റ് ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയറിൻ്റെ കാര്യം എന്താ? എക്സ് സ്ക്വയർ കോൺഗ്രുവൻ്റ് ആവാം ഇതിൻ്റെ സ്ക്വയേഴ്സിനോടാണ് അല്ലേ? അപ്പോൾ 0ൻ്റെ സ്ക്വയർ ആവാം, 1ൻ്റെ സ്ക്വയർ ആവാം, 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്, 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. 9 mod 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്താ? 9നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ വിച്ച് ഇസ് ഡെഫിനറ്റ്ലി 1 അല്ലേ? അപ്പോൾ 3 സ്ക്വയർ 1 വരും. ആൻഡ് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 വരിക. 16 mod 8 പറയുമ്പം അവിടെ 0 വരും. അടുത്തത് -3 ആണ്. -3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ വീണ്ടും 9 ആണ്. 9 എന്ന് പറയുമ്പോൾ 1 mod 8നോടാണ് ഈക്വൽ ആവുക. -2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 വരും. ആൻഡ് -1 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും 1 വരും. അപ്പോൾ ഇതിൽ ആകെ പോസിബിലിറ്റി ഏതൊക്കെയാണ്? 0, 1, 4 മാത്രമേ ഉള്ളൂ അല്ലേ? സോ എക്സ് സ്ക്വയർ മോഡിലോ 8ൽ കോൺഗ്രുവൻ്റ് ആവാനുള്ള ചാൻസ് 0നോടോ 1നോടോ 4നോടോ മാത്രമാണ്. ഓക്കെ, അപ്പോൾ വൈ എന്ന് പറയുന്നതും സെഡ് എന്ന് പറയുന്നതും ഇതേപോലെ ആർബിട്രറി ഇൻറ്റിജേഴ്സ് ആണ്. അപ്പോൾ അതിനൊക്കെ കോൺഗ്രുവൻ്റ് ആവാനുള്ള ചാൻസ്, മോഡിലോ 8ൽ കോൺഗ്രുവൻ്റ് ആവാനുള്ള ചാൻസ് 0നോടും 1നോടും 4നോടും മാത്രമാണ്. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയറിൻ്റെ കോമ്പിനേഷൻസ് ചെക്ക് ചെയ്യാം. അപ്പോൾ 0 + 0 + 0 ആവാം, 0 + 1 + 1 ആവാം, 0 + 1 + 4, 4 + 4 + 4, അങ്ങനെ എല്ലാ പോസിബിലിറ്റീസും നമ്മൾ ചെക്ക് ചെയ്യും. ഇതിലൊരു പോസിബിലിറ്റി പോലും 7നോട് ഈക്വൽ ആവില്ല എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്താൽ കാണാൻ കഴിയും. അപ്പോൾ ഒരിക്കലും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ 7 mod 8നോട് കോൺഗ്രുവൻ്റ് ആവില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ അസ്യൂം ചെയ്ത n is equal to x square plus y square plus z square എന്ന് അസ്യൂം ചെയ്തത് തെറ്റാണെന്നുള്ളതും നമുക്ക് പറയാൻ പറ്റും. സോ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എക്സ് എന്ന് പറയുന്നത് 0, 1, 2, 3, 4, -3, -2, -1നോടാണ് മോഡിലോ 8ൽ കോൺഗ്രുവൻ്റ് ആവാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. സോ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഈ വാല്യൂസിനോടായിരിക്കും കോൺഗ്രുവൻ്റ് ആവുക, അതായത് 0, 1, 4നോട് മാത്രം. വൈ സ്ക്വയറും സെഡ് സ്ക്വയറും സിമിലർലി അതേപോലെ തന്നെ 0നോടും 1നോടും 4നോടും മാത്രമേ കോൺഗ്രുവൻ്റ് ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയറിൻ്റെ കാര്യം ചെക്ക് ചെയ്യാണ്. ഇതുപോലെ എല്ലാ കോമ്പിനേഷൻസും നിങ്ങൾ ചെക്ക് ചെയ്താലും ഒരെണ്ണം പോലും 7നോട് കോൺഗ്രുവൻ്റ് ആവില്ല അണ്ടർ മോഡിലോ 8. So that's a contradiction. Any integer of the form 8n plus 7 cannot be expressed as the sum of 3 squares എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റിമൈൻഡർ വെൻ 16⁻53 is divided by 7. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ പവർ റൂൾ പഠിച്ചു, തിയറം 4.5 പഠിച്ചു. A കോൺഗ്രുവൻ്റ് ടു B mod m ആണെങ്കിൽ A⁻n കോൺഗ്രുവൻ്റ് ടു B⁻n mod m. അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് ഈ പ്രോബ്ലംസ് ഒക്കെ. സോ ഇമ്പോർട്ടൻ്റ് ആണ്, ആ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക കേട്ടോ.
സോ ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് 16⁻53 വെൻ ഡിവൈഡ് ബൈ 7 വാട്ട് ഇസ് ദ റിമൈൻഡർ എന്നുള്ളതാണ്. അതായത് 16⁻53 ഈസ് കോൺഗ്രുവൻറ്റ് ടു സംതിങ് മോഡ് 7. ആ സംതിങ് എന്താണെന്നുള്ളതാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. ഇസ് കോൺഗ്രുവൻറ്റ് ടു എക്സ് മോഡ് 7 എങ്കിൽ ആ എക്സ് എന്താണെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. കാരണം 16⁻53നെ 7 വെച്ച് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ തന്നെയാണ് നമ്മൾ ഈ കോൺഗ്രുവൻസിൽ എഴുതുന്ന റിമൈൻഡർ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അത് തന്നെ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ പവറിനെ അവിടെ നിർത്തിയിട്ട് മോഡുലോ 7ൽ 16ൻ്റെ കോൺഗ്രുവൻസി എന്താ വരിക എന്നുള്ളത് നോക്കാം. 16 ഈസ് കോൺഗ്രുവൻറ്റ് ടു സംതിങ് മോഡ് 7 എന്നുള്ളത് പോലെ നമുക്ക് എഴുതാൻ പറ്റും. അതിന് ശേഷം ഈ പവർ റൂൾ അപ്ലൈ ചെയ്ത് നമുക്ക് പവർ എന്താ വരിക എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ 16 കോൺഗ്രുവൻറ്റ് മോഡുലോ 7ൽ 16ൻ്റെ കോൺഗ്രുവൻസി എന്താ വരിക? 16നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ. 16നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ കിട്ടുക 2 ആയിരിക്കും. സോ 16 കോൺഗ്രുവൻറ്റ് 2 മോഡ് 7 എന്നുള്ള പോലെ നമുക്ക് എഴുതാൻ പറ്റും. 16 congruent to 2 mod 7 ആണെങ്കിൽ we can say that 16⁻53 is congruent to 2⁻53 mod 7. അപ്പോൾ നമുക്കിനി 2⁻53നെ സിംപ്ലിഫൈ ചെയ്ത് ലീസ്റ്റ് വാല്യൂ, അതായത് ലീസ്റ്റ് റെസിഡ്യൂ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചാൽ മതിയാവും. സോ നമുക്ക് റിമൈൻഡർ കിട്ടും അല്ലേ. അപ്പോൾ ഇനി 2⁻53നെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പോണേ. അപ്പോൾ മോഡുലോ 7ൽ 2ൻ്റെ പവേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് വരിക എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. 2⁻1 എടുത്തു കഴിഞ്ഞാൽ ഇസ് കോൺഗ്രുവൻറ്റ് ടു 2 മോഡ് 7 എന്നുള്ള പോലെ തന്നെയാണ് വരിക. 2 സ്ക്വയർ എന്ന് 2 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അത് 4 ആണ്, which will be equal to 4 mod 7 itself. ഇനി 2 ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ അത് 8 ആണ് വരിക. 8 mod 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും വരിക. സോ 2 ക്യൂബ് ഇസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 7 എന്ന് നമുക്ക് കിട്ടും. ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ, കാരണം അതിൻ്റെ പവർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ്. 1ൻ്റെ പവറൊക്കെ ചൂസ് ചെയ്യുമ്പം 1 തന്നെയാണ് വരിക എന്നുള്ളത് നമുക്കറിയാം. സോ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 53ന് ഈ പവർ ഉണ്ടല്ലോ, പവർ ഇപ്പം നമുക്ക് 53 ആ ഉള്ളത്, നമുക്ക് കിട്ടിയത് 2 ക്യൂബ് കോൺഗ്രുവൻറ്റ് 1 mod 7 എന്നുള്ളതാണ്. സോ ഈ 53നെ ഞാൻ 3 വെച്ചിട്ട് ഡിവിഷൻ അൽഗോരിതം അപ്ലൈ ചെയ്യാണ്. സോ 53നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 × 17 + 2 എന്നുള്ള പോലെ നമുക്ക് ഡിവിഷൻ അൽഗോരിതം കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ പവറിനെ നമ്മൾ ചേഞ്ച് ചെയ്യാണ്. സോ 2⁻53ക്ക് പകരം 2⁻3 × 17 + 2 എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യാം. a⁻m + n-നെ a⁻m × a⁻n എന്ന് എഴുതാൻ പറ്റും. സോ 2⁻3 × 17 × 2⁻2 എന്നുള്ള പോലെ നമുക്ക് എഴുതാം. ആൻഡ് 2⁻3 × 17 a⁻m × n എന്ന് പറഞ്ഞാൽ a⁻m⁻n നമുക്കറിയാം അല്ലേ. ആൻഡ് 2 ക്യൂബ് എന്ന് പറയുന്നത് 1നോട് കോൺഗ്രുവൻ്റ് ആണ്. സോ 2 ക്യൂബിനെ നമ്മൾ അങ്ങനെ തന്നെ നിർത്തും, 17നെ പവറായിട്ട് എഴുതുവാണ്. സോ 2 ക്യൂബ് (17) × 2 സ്ക്വയർ എന്നുള്ള പോലെ നമുക്കതിനെ ചേഞ്ച് ചെയ്ത് എഴുതാം. ഇനി ഇതിൽ തന്നെ 2 ക്യൂബ് എന്ന് പറയുന്നത് കോൺഗ്രുവൻറ്റ് ടു 1 mod 7 നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സോ നമ്മൾ മോഡുലോ 7 ഇവിടെ അപ്ലൈ ചെയ്യാണ്. സോ ദിസ് ഹോൾ ടേം ഇസ് കോൺഗ്രുവൻറ്റ് ടു 1⁻17. 2 ക്യൂബിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ 1 കൊടുക്കുകയാണ്. 1⁻17 × 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ് അണ്ടർ മോഡുലോ 7 എന്നുള്ള പോലെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി 1⁻17 1 തന്നെയാണ്, വിച്ച് വിൽ ബി ഈക്വൽ ടു 4 mod 7. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇവിടെ 2⁻53 ഈസ് കോൺഗ്രുവൻറ്റ് ടു 4 mod 7 എന്നാണ്. ആൻഡ് ഓൾറെഡി നമുക്കറിയാം 16⁻53 ഈസ് കോൺഗ്രുവൻറ്റ് ടു 2⁻53 mod 7. ആൻഡ് 2⁻53 mod 7 പകരം നമുക്കിവിടെ 4 mod 7 എന്ന് കിട്ടി. സോ വി ക്യാൻ റൈറ്റ് 16⁻53 ഈസ് കോൺഗ്രുവൻറ്റ് ടു 4 mod 7. ഇവിടെ നമ്മൾ ട്രാൻസിറ്റിവിറ്റി പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തത് കേട്ടോ. 16⁻53 ഈസ് കോൺഗ്രുവൻറ്റ് ടു 2⁻53 mod 7 ആൻഡ് 2⁻53 ഈസ് കോൺഗ്രുവൻറ്റ് ടു 4 mod 7. അപ്പോൾ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് 16⁻53 ഈസ് കോൺഗ്രുവൻറ്റ് ടു 4 mod 7 എന്നുള്ള പോലെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ 16⁻53നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 4 ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതേപോലത്തെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ റിമൈൻഡർ വെൻ 3⁻247 ഇസ് ഡിവൈഡ് ബൈ 17. സിമിലർ ക്വസ്റ്റ്യൻ തന്നെയാണ്. 3യുടെ ഒരു പവർ തന്നിട്ടുണ്ട് (247). അപ്പോൾ ഇത്രയും ഹയർ പവറൊക്കെ തരുമ്പോൾ നിങ്ങളുടെ കാൽക്കുലേറ്റേഴ്സിന് പോലും ഈസി ആയിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇത്രയും വലിയ പവർ എടുത്ത് 17 വെച്ച് ഡിവൈഡ് ചെയ്ത് എന്താ റിമൈൻഡർ കിട്ടുക എന്നുള്ളതൊന്നും നമുക്ക് കാൽക്കുലേറ്റേഴ്സിൽ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ കയ്യിലുള്ള സയൻറ്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് എന്തായാലും പറ്റില്ല. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മാനുവലി ഇവാലുവേറ്റ് ചെയ്യാൻ, അത്രയും എളുപ്പമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മീഡിയ ആണ് കോൺഗ്രുവൻസി റൂൾ എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ വീണ്ടും അത് അപ്ലൈ ചെയ്യാം. 3ൻ്റെ പവേഴ്സ് മോഡുലോ 17ൽ എന്താ വരിക എന്നുള്ളത് ചെക്ക് ചെയ്യാം. 3⁻1 ഇസ് കോൺഗ്രുവൻറ്റ് ടു 3 mod 17 എന്നുള്ള പോലെ തന്നെയാണ് വരിക. ആൻഡ് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്.
അതും 9 മോഡ് 17. ഈ 17നേക്കാളും ചെറിയ വാല്യൂ ആയതുകൊണ്ട് അതിനൊന്നും ചേഞ്ച് വരുന്നില്ല. 3 ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ അത് 27 ആണ്. 27 നമുക്ക് ആക്ച്വലി കോൺഗ്രുവൻറ്റ് ടു 10 മോഡ് 17 എഴുതിക്കൂടെ. 27 മോഡ് 17 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ 27 മൈനസ് 17 ചെയ്താൽ നമുക്ക് 10 കിട്ടും. ഡിവൈഡഡ് ബൈ 17 ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്തായാലും 10 ആയിരിക്കും. സോ 3 ക്യൂബ് കോൺഗ്രുവൻറ്റ് ടു 10 മോഡ് 17 എന്നുള്ള പോലെ കിട്ടും. ഇനി ഇതിനെ ഞാൻ പവർ എടുക്കുകയാണ്. ഇത് ആക്ച്വലി എന്താ ചെയ്യുന്നത് വെച്ചാൽ 3^247 അല്ലേ ഉള്ളത്. ഇതിനെ നമ്മൾ 3^240 + 7 എന്നുള്ള പോലെ സ്പ്ലിറ്റ് ചെയ്യാണ്. സോ 3^240 × 3^7 എന്നുള്ള പോലെ വരും. ഇതിനെ വീണ്ടും നമുക്ക് ചെറുതാക്കാൻ പറ്റുന്ന 3^240 × 3^6 × 3 എന്നുള്ള പോലെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ 3^240 ആക്ച്വലി നമുക്ക് 3^24 10 എന്നുള്ള പോലെ പറയാം. അതിനെ തന്നെ ആക്ച്വലി 3. അപ്പോൾ ഇവിടെ 3^24 വാല്യൂ നമുക്ക് ഇവാലുവേറ്റ് ചെയ്താൽ ഇതിൻ്റെ വാല്യൂ നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. അതേപോലെ 3^6 അറിഞ്ഞാൽ അവിടെ നമുക്ക് ഈസി ആയിട്ട് വാല്യൂ കൊടുക്കാൻ കഴിയും. സോ അതാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോണേ. 3 ക്യൂബ് ഇസ് കോൺഗ്രുവൻറ്റ് ടു 10 മോഡ് 17 നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇനി ഇതിൻ്റെ ഹോൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 3^6 കോൺഗ്രുവൻറ്റ് ടു വാട്ട് എന്നുള്ള പോലെ നമുക്ക് കിട്ടും അല്ലേ. സോ ദാറ്റ്സ് വാട്ട് വി ഡു നെക്സ്റ്റ്. 3^3 കോൺഗ്രുവൻറ്റ് ടു 10 മോഡ് 17 എന്ന് നമുക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഹോൾ സ്ക്വയർ എടുത്താൽ ഇപ്പുറത്ത് 3^6 വരും, ഇപ്പുറത്ത് 100 മോഡ് 17 എന്നുള്ള പോലെ വരും. ആൻഡ് മോഡ് 17ൽ 100ൻ്റെ വാല്യൂ എന്താ വരിക എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് അതിനെ നമുക്ക് സിമ്പിൾ ടേംസിലേക്ക്, വലിയ വാല്യൂ വരുമ്പോൾ അതിനെ സിമ്പിൾ ടേംസിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യാണ്. -2 മോഡ് 17 എന്നുള്ള പോലെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി അതും ഈസി ഫോർ ഇവാലുവേഷൻ കേട്ടോ. ഇനി നമ്മൾ റേസ് ടു 24 കൂടി കാണുകയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ സ്പ്ലിറ്റ് ചെയ്തതനുസരിച്ചാണെങ്കിൽ റേസ് ടു 24 കൂടി നമുക്ക് അറിയണം. ഇവിടെ 3^6 അറിയാം. ഇതിന് ഹോൾ റേസ് ടു 4 ചെയ്താൽ നമുക്ക് 3^24 എന്താണെന്നുള്ളത് കിട്ടും. സോ ഈ ഒരു കോൺഗ്രുവൻസിയിൽ A കോൺഗ്രുവൻറ്റ് ടു B മോഡ് M ആണെങ്കിൽ A⁻n കോൺഗ്രുവൻറ്റ് ടു B⁻n മോഡ് M ആണ് അല്ലേ. ആ ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ യൂസ് ചെയ്യണത്. സോ ഈ ഒരു കോൺഗ്രുവൻസിയിൽ നമ്മൾ ഹോൾ റേസ് ടു 4 അപ്ലൈ ആണ്. സോ 3^24 കോൺഗ്രുവൻറ്റ് ടു -2, ഇവിടെ രണ്ടാമത്തേൽ -2 എടുത്തിട്ടില്ല. സോ -2^4 മോഡ് 17 എന്നുള്ള പോലെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി -2^4 എന്ന് പറയുന്നത് -1 മോഡ് 17ലേക്ക് നമുക്ക് ചെറുതാക്കി എഴുതാനും കഴിയും. ഇനി ഈ വാല്യൂസ് എല്ലാം നമ്മൾ ഈ 3^247 കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ കിട്ടുക? 3^247 is equal to 3^24 × 10 + 7. നേരത്തെ പറഞ്ഞ പോലെ അതിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. 3^24 whole raised to 10 × 3^6 × 3 എന്നുള്ള പോലെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി 3^24 മോഡ് 17ൽ നമുക്ക് കിട്ടിയ വാല്യൂ -1 ആയിരുന്നു. സോ -1^10 എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്തു. 3^6 നമുക്ക് കിട്ടിയത് -2 ആയിരുന്നു. ആ വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്തു. × 3 it stays as it is. സോ 3 മോഡ് 17 എന്നുള്ള പോലെ വരും. ഇനി ഇതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടാൽ നോക്കിയേ. -1^10 എന്ന് പറഞ്ഞാൽ 1 ആണ് വരിക. -2 × 3 എന്ന് പറയുമ്പോൾ അവിടെ -6 വരും. സോ -6 മോഡ് 17 എന്നുള്ള പോലെ വരും. റിമൈൻഡർ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടാണ് എടുക്കുക. സോ ഇതിൻ്റെ ലീസ്റ്റ് റെസിഡ്യൂലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. -6 + 17 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 11 കിട്ടും. സോ 3^247 is congruent to 11 മോഡ് 17 എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നമ്മളിപ്പോൾ കവർ ചെയ്യാൻ നോക്കണം. ഇനി അടുത്തൊരു ടോപ്പിക്കും കൂടി ഉണ്ട് പറയാൻ. അതടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സോ താങ്ക് യു സോ മച്ച്.